ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എന്താണ് ചപ്പാത്തിയും പിന്നെന്താണ് പോക്കറ്റ് ഷവർമയാന്ന് തോന്നുന്നത്, പിന്നെ മുളക് ബജിയും കട്ട്ലറ്റും പിന്നെന്താണ് ബത്തക്കയും പിന്നെ ഒരു ക്യാരറ്റും പപ്പായ എന്ന് തോന്നുന്നത് ഇട്ടടിച്ചൊരു ജ്യൂസാണ്. നമ്മൾ ജ്യൂസ് വാങ്ങിക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ എൻ്റെ മുഖം കണ്ടാലറിയാം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതാണ് എന്ന്. കാരണം ഞാൻ ലാസ്റ്റ് ഒന്ന് ഡെസ്പായി പോയി. അപ്പോൾ ഞാൻ ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി എണീറ്റതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ വെച്ചിട്ടുള്ളത് എവിടെ വെച്ചാൽ ഒരു പാത്രത്തിൽ ചാരി വെച്ചതായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തി പറഞ്ഞു ഫോൺ സ്റ്റാൻഡ് ഇതാ ഇപ്പുറത്ത് തന്നെ ഉണ്ട് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് എടുത്തു. അപ്പോൾ ഓക്ക് ചിരിക്കാൻ ഇങ്ങനത്തെ സില്ലി മാറ്റേഴ്സ് കിട്ടിയാൽ മതി. അങ്ങനെ ഓൾ ആ ഒരു ചിരിയും കൊണ്ടിരുന്നു കേട്ടോ. ഇന്നത്തെ എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇന്നെന്തോ എനിക്ക് പ്രത്യേകമായിട്ട് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ക്യാരറ്റ് ജ്യൂസിൻ്റെ ഒരു ഫാനല്ല ഞാൻ. അങ്ങനെ വല്ലാണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായില്ല. പിന്നെ എന്താണ് ഈ ഒരു പൊക്ക ഷവർമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെന്താ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ പേര് എപ്പോഴും മാറിപ്പോവും. പിന്നെ എത്ര പെട്ടെന്നാലേ നോമ്പൊക്കെ കഴിയാനായത്. ഞാനങ്ങനെ നോമ്പ് തുടങ്ങി അവിടെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ നോമ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീലൊക്കെ വരാറുള്ളത്. ബട്ട് എന്താ പറയുക, എത്ര പെട്ടെന്നാലേ സമയമൊക്കെ പോകുന്നത്. പെരുന്നാളാവാനായി ഇനി എനിക്ക് തോന്നുന്നു 3 or 4 നോമ്പോ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാളിൽ നിങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു. ഞാൻ ഇതുവരേക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെന്ന് പറയാൻ ലാസ്റ്റ് മിനിറ്റ് കടയിൽ പോയി തെണ്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാണ്ടൊരു ന്യൂ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്താ പറയുക, എനിക്കങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല കേട്ടോ എന്തെടുക്കണം എന്താക്കണം എന്നൊന്നും. ഞാൻ കട്ട്ലേറ്റ് ഇന്ന് സാധാരണ എനിക്ക് കട്ട്ലേറ്റ് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തിന്ന് നോക്കി. കാരണം എൻ്റെ അനിയത്തിക്കാണ് ഞാൻ എൻ്റെ കട്ട്ലേറ്റ് കൊടുക്കൽ. പക്ഷേ ഓക്ക് അതിൻ്റെ നന്ദിയൊന്നും ഈടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കട്ട്ലേറ്റ് ഓക്ക് കൊടുത്തു കേട്ടോ. അപ്പം അതിൻ്റെ അടിയിൽ എൻ്റെ അനിയത്തിയാൾ തമ്മിൽ എന്തൊക്കെയോ കുറു ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോടും പറയുന്നുണ്ട്. ഞാനങ്ങനെ വല്ലാണ്ട് മൈൻഡാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കാരണം പറഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പോയി കിട്ടും മക്കളെ. നമ്മൾ പറഞ്ഞാൽ പിന്നെ അതിന് നമ്മൾക്കാണ് കിട്ടുക. അപ്പം അനുഭവം ഗുരു എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മുളക് ബജി എടുത്ത് അതിനൊന്ന് ഓപ്പറേഷനൊക്കെ ചെയ്ത് അതിൽ മറ്റേ മുളക് ബജിയുടെ എരിവുണ്ടാവണമെങ്കിൽ അതിൻ്റെ സീഡ്സ് ഉണ്ടാവണം എന്നാണല്ലോ. അപ്പോൾ ഞാനത് നോക്കി. അപ്പോൾ അത് ചെറുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് എക്സ്ട്രാ റിയാക്ഷനൊക്കെ ഇട്ട് എൻ്റെ അനിയത്തിയാളൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് ഇടാക്കെ തിന്ന്. ഇനിയിപ്പോൾ എനിക്ക് 4 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു എക്സാമിന് ലീവ്. അപ്പോൾ പഠിച്ചെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് ഭയങ്കര ഫിസിക്സാണ് എനിക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരാനുള്ള എക്സാം. അപ്പോൾ എന്താക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഉപ്പാനോട് ഇങ്ങനെ വർത്തമാനം പറയുകയാണ്. കാരണം ഈ ഒരു കണ്ണൂർ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അമ്യൂസ് ആയിട്ടുള്ളൊരു ഫുഡുണ്ട്. ഇവരിവിടെ കട്ടിപ്പത്തിരി എന്നാണ് പറയുക. ഒരു കേക്കിൻ്റെ ഒക്കെ പോലെയാണ്. ഇപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ടെക്സ്ചറൊക്കെ പോലെ. ബട്ട് അത്ര സോഫ്റ്റ് അല്ല. ഇഡ്ഡലിയൊക്കെ ഉണ്ടാവില്ലേ, ഇഡ്ഡലി, അപ്പോൾ അതിൻ്റെയൊക്കെ പോലെ. പക്ഷെ കേക്ക് പോലെ, കേക്കിനെ മറ്റേ ക്യൂബായിട്ട് കട്ട് ചെയ്താൽ എങ്ങനെ അതുപോലെ ഉണ്ടാവും കേട്ടോ കട്ടിപ്പത്തിരി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ പറയുക, നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും ഇവിടെ കണ്ണൂർ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അത് ലഞ്ചിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ സംഭവം എന്നറിയെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് കട്ടിപ്പത്തിരി എന്ന്. പക്ഷേ ഞാൻ കട്ടിപ്പത്തിരി എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ മറ്റേ അപ്പം അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തതാണ് വരുന്നത്. എനിക്ക് എന്താ സംഭവം ശരിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ പെരുന്നാൾ എപ്പോഴാണ് എന്നൊന്നും അറിയില്ലെങ്കിലും എൻ്റെ അനിയത്തികളൊക്കെ ഇപ്പം തന്നെ മൈലാഞ്ചി ഇട്ടേക്കണേ, ഞാനും ഇട്ടേക്കണേ കേട്ടോ വെറുതെ. കാരണം പെരുന്നാളാവാനും ഒരു സമയത്തൊന്നും എനിക്ക് അങ്ങനെ മൈലാഞ്ചി ഇടാൻ മൂഡ് വരാറില്ല. പിന്നെ മൈലാഞ്ചി കിട്ടിയപ്പോൾ ഞാനങ്ങനെ വെറുതെ ഇട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് നടക്കണത് കേട്ടോ. അപ്പോൾ മറ്റേ കട്ടിപ്പത്തിരിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ ഇത് കുടിച്ചിട്ട് വേഗം നിസ്കരിക്കാൻ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ചപ്പാത്തിയും പിന്നെ മീൻകറിയുമാണ് കേട്ടോ ഉള്ളത്. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് അങ്ങനെ ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു ഉമ്മ. അപ്പോൾ ഇന്ന് നമുക്ക്
ചപ്പാത്തിയും മീൻകറി ആയതുകൊണ്ട് ഞാൻ എന്താണ് ചോറും മീൻകറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും മീൻകറിയും കഴിക്കാൻ ഇന്നൊന്നും കിട്ടൂല. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ബട്ട് ഈ ഒരു ജ്യൂസ് തന്നെ മുക്കി ഇങ്ങനെ കുടിക്കുകയാണ്. ആൻഡ് ഷോപ്പ് കാണിക്കണ കണ്ട അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി ഉണ്ട്. ഓൾ ക്യാമറൻ്റെ ഉള്ളിലൊക്കെ കയറ്റുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. കാരണം ഓൾ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഒക്കെ പിരാന്താണ്. എവിടെ ഒരു ക്യാമറ കാണുമ്പോൾ ഒക്കെ അരപിരി ലൂസാവും കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ടേബിളിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. നോമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ജക്കാത്തൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 അണ്ണാച്ചാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ തിന്നും ചെയ്യും. ജ്യൂസ് എങ്ങനെയുണ്ട്? 3 ജ്യൂസ് എങ്ങനെയുണ്ട്? അപ്പോൾ ആരെങ്കിലും 911 വിളിക്കുക. അല്ല 108 നമ്മൾ നമ്പർ ഇജ്ജ് പോലോട്ടെ അവിടുന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ നോമ്പ് തുറന്ന് പറ്റിയിട്ട്? ഇത് രാവിലെ മുതലേ നോമ്പ് തുറക്കാൻ തുടങ്ങിക്കണല്ലോ, ഇപ്പോൾ നിന്നിട്ടില്ല. ഓളാ ബത്തക്കണ്ടല്ലോ, ഓളടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കോക്ക് കൈയിട്ട് വാന്താൻ വേണ്ടിട്ട് നമുക്കൊന്നും തരിക. ഇവള് മാങ്ങാ ജ്യൂസിൽ എന്തോ കേറ്റടിച്ചോണ്ടാവും. കണ്ടിട്ട് തിന്നേ അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെരുന്നാൾ എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെണ്ണ് അറിഞ്ഞത് പെണ്ണിന് എക്സാം ആവാനായിക്കൊള്ളുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ കിളി മൊത്തത്തിൽ പോയിട്ട് അവിടെ പോയി നുളോളിച്ചാണ്ട് ഉമ്മാനോട് ഓരോന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഓളെ എക്സാം ആവാനായിക്കണോ. അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കലാണ് ഓളെ പണി. അങ്ങനെ ഓക്കെ എക്സാം ആവാനായിക്കണു, പിന്നെ എന്താണ് നമുക്ക് പെരുന്നാളും ആവാനായിക്കണു. ഇനിയിപ്പോൾ എന്താവും എന്തോ. ഇനിയിപ്പോൾ ഓളെ വിചാരം എന്താണ്, പെരുന്നാളിൻ്റെ അന്ന് നോക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും. കുട്ടി കുറച്ച് സ്ട്രെസ് എടുക്കട്ടെ, നമ്മളെന്താ അതിൻ്റെ തിരുത്താനോ ഒന്നും പറയാനോ ഒന്നും പോയിട്ടില്ല. ഓള് പറയുന്നത് എന്താണോ അതിൻ്റെ ആവട്ടെ. ഓക്കെ, അങ്ങനെ ഞാൻ ഓളെ തലക്ക് ജസ്റ്റ് ഒന്ന് അടി കൊടുത്താണ്. ചുമരുമ്മിൽ തട്ടിയിട്ടൊന്ന് സ്പ്രിങ് അടിച്ചു പോയി തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ഞാൻ എന്താ പറയുക, ഓളെ കഴുത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് വലിക്കണം പോലും. എന്നിട്ടാണ് എൻ്റെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇട്ടിട്ട് പോവാനും മൊത്തത്തിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അത് ഒരു വലിയൊരു കഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഇതൊക്കെ തിന്നതല്ല, ഞാൻ ഈ ചെറിയ ജീരകം കൈക്കൂട്ടും. കാരണം എനിക്ക് എന്താണ് ഡൈജഷന് ഭയങ്കര ഒരു പ്രോബ്ലം ഉള്ള ആളാണ്. ഡൈജഷൻ ഭയങ്കര കോൺസ്റ്റിപ്പേഷനൊക്കെ അങ്ങനെയുള്ള ആളാണ് കേട്ടോ. അപ്പം ഞാൻ എന്താക്കും, എനിക്ക് ഇങ്ങനത്തെയൊക്കെ എന്താണ് ചെറുപ്പം മുതലേ ഇങ്ങനത്തെയൊക്കെ ഈ തിന്ന് ശീലമായി. അപ്പോൾ ഞാൻ ഹെവി മീൽ കഴിച്ചാൽ ഉമ്മ ശീലാക്കിയെന്നാണ് കേട്ടോ. അപ്പോൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ ചെറിയ ജീരകം ഒന്ന് എന്താക്കും, ഞാൻ കുറച്ച് വെള്ളം കുടിക്കും, അങ്ങനെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ എന്താക്കും, ഈ ചെറിയ ജീരകത്തിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഉലുവ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കും കേട്ടോ. കാരണം എനിക്ക് സത്യം പറയാമല്ലോ, എൻ്റെ ജെനറ്റിക്സ് ആണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലമാണ് ഈ ഒരു ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനൊക്കെ. പ്രത്യേകിച്ച് നോമ്പും കൂടെയല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വരച്ചാണ് കേട്ടോ. അതെങ്ങനെയുണ്ട് നിങ്ങൾ പറയണേ. നമ്മളെ മിന്നി മൗസ് പിന്നെ പിങ്ക് പാന്തറും ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ ഇതൊക്കെ ചവച്ച് അങ്ങനെ കുടിച്ചിട്ട് പിന്നെ എന്താക്കുക, വെള്ളം അങ്ങോട്ട് കുടിക്കുക. അപ്പം ഉണ്ടല്ലോ ഒരു കയ്പ്പും ഒരു സുഖമാണ് കേട്ടോ ആ ഒരു കയ്പ്പ്. കാരണം നമ്മളെ ഫുഡ് ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുടിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മളെ ബോഡി നമ്മളോട് താങ്ക്സ് പറയൂ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കുടിച്ച് ഭയങ്കര എന്താ പറയുക ഹെൽത്തി കുട്ടിയായി. ഹെൽത്തി കുട്ടി ഒലക്കെയാണ്. അപ്പം ഞാൻ ഈ വരച്ചിട്ടത് എപ്പോഴോ വരച്ചിട്ടതായിരുന്നു കേട്ടോ ഒരു പേപ്പറിൽ. പിന്നെ അതങ്ങനെ ഒട്ടിച്ച് സിഗ്നേച്ചർ ആയിട്ടുള്ള മെമ്മറീസൊക്കെ അങ്ങനെ ഞാൻ ഓർത്തെടുക്കുവാണ് ഗൈസ്. നമ്മളെ സീന് നമ്മൾ മാജിക്കൽ മാനാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണാനില്ല. പിന്നെ ഈ ഒരു പോസ്റ്റർ എൻ്റെ ഇതുണ്ടല്ലോ, ആ വൈബണം. ഇത് അതിൻ്റെതാണ്, നമ്മൾ ഇതിന് ബാലരമീന്ന് കിട്ടിയതാണ്.
ഐ സ്റ്റിൽ റീഡ് ബാലരമ ഗൈസ്. കാമ അങ്ങനെ ഞാൻ മൈലാഞ്ചിയിട്ടൊക്കെ കുറച്ചൊക്കെ ഷോ ഓഫൊക്കെ ആക്കി ഒക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി റബ്ബർ ബാൻഡ് കൊണ്ടുവന്ന് വന്നീന്. അങ്ങനെ റബ്ബർ ബാൻഡ് കൊണ്ടുവന്നപ്പോൾ ഞാൻ പേപ്പർ എവിടെ നിന്ന് വിചാരിച്ച് തപ്പിയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഉമ്മ കണ്ണൂർ പഠിപ്പിച്ചപ്പോൾ എന്താക്കി അതവിടെ വെച്ച്, കാരണം വേണ്ട വെറുതെ എനിക്ക് വയ്യ കൊള്ളാൻ. അപ്പോൾ ഞാൻ എന്താക്കിയിട്ടുണ്ട് അതവിടെ വെച്ച്. ഞാൻ ജസ്റ്റ് റബ്ബറൊന്നും ഇതാക്കിയപ്പോൾ തന്നെ എൻ്റെ അനിയത്തി പേടിച്ച് ഓടിക്കണ കേട്ടോ. അപ്പം മറ്റാൾ കൊണ്ടുവന്ന് ഓള കയ്യിൽ വേറെ റബ്ബർ ഉള്ളതുകൊണ്ട് മറ്റാൾക്ക് പ്രശ്നമില്ല. അപ്പം അങ്ങനെ എന്താണ് കുറച്ച് നേരം നമ്മളിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ ഇങ്ങോട്ട് ഇതാവട്ടെ. നോറ്റൊരു റിംഗ് ലൈറ്റ് വാങ്ങിയതാണ് ഞാൻ. എന്നാൽ പിന്നെ റിംഗ് ലൈറ്റ് കിട്ടിയപ്പോഴോ റിംഗ് ലൈറ്റ് ഉപയോഗിക്കാൻ വരെ മടി. അപ്പം അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ എന്താക്കാത്തത് അങ്ങനെ വലിയ ക്ലിയർ ഇല്ലാത്തത്. പിന്നെ എൻ്റെ ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ഫോണാണ്, ഉമ്മാൻ്റെ ഫോണാണ്. ഉമ്മാൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലേറ്റസ്റ്റ് മോഡലൊന്നുമല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കുറവുകൾ ഉണ്ടാവും വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം. ബട്ട് എന്താണ് അവരുടെ കുതിരത്ത് കൊണ്ട് എന്താക്കുന്നുണ്ട് ചില വീഡിയോസിലൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. ഇത് എനിക്ക് ഒന്നും റിംഗ് ലൈറ്റ് നല്ല ക്ലിയർ ഉണ്ട്. ബട്ട് സംടൈംസ് ഇത് അത്ര നല്ല ക്ലിയറിൽ അങ്ങനെ കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ മറ്റന്നാൾ എൻ്റെ ഫിസിക്സിൻ്റെ എക്സാമാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം അതിനുള്ള പ്രിപ്പറേഷൻ എടുക്കാം കേട്ടോ. ഞാൻ ഈ സെക്കൻഡ് പാർട്ട് ഞാൻ ഇന്ന് റെഡിയാക്കി. ഇനി ഫസ്റ്റ് പാർട്ട് ഇന്നും നാളെയും പഠിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ബ്ലഡി കോംപ്ലിമെൻറ്റ്. അതിൻ്റെ ഇടയ്ക്ക് വന്നാണ്ട് എൻ്റെ അമ്മ പറഞ്ഞാണ്ട് ആ മുട്ടത്തല ഒഴിവാക്കിയെന്ന് പറഞ്ഞാണ്ട് വന്നീന് കേട്ടോ. അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. ആൻഡ് അപ്പം അങ്ങനെ സ്റ്റാൻഡൊക്കെ എന്തൊക്കെയോ ആക്കി കൂട്ടുന്നുണ്ട് ഈ പെണ്ണ്. അങ്ങനെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഫോണിൽ അങ്ങനെ തോണ്ടിയിരിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. കാരണം ഇപ്പം കൂടുതലും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോണിൽ തോണ്ടിയിരുന്ന് സൈലത്തിന് അങ്ങനെയൊക്കെ ലൈവ് കാണാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ലൈവ് കാണാൻ സമയമായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തോണ്ടി ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് ഇരുന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റൊക്കെ ചെയ്തോളി. എന്താണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയും. എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടും എൻ്റെ ക്യാമറാസിനെ പറ്റിയിട്ടും നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ജാറാണ്, ന്യൂട്രല്ല ജാറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനിങ്ങനെ ആക്കി മാറ്റിയെടുത്ത് ഞാൻ ഒരു ടൈഗർ പ്രിൻ്റ്, ടൈഗർ പാന്തർ പ്രിൻ്റാണോ, ടൈഗർ പ്രിൻ്റ് പോലെ ഒന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ലവ് ആക്കിയിട്ട്. ബട്ട് അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഞാൻ ഇതിനിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം സ്ക്രോൾ ചെയ്തു. ഉമ്മച്ചിയോരൊക്കെ അപ്പുറത്താണ് ഉള്ളത്. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അവിടെ ഒരു ഭൂകമ്പമായിരിക്കും. അപ്പോൾ ആരും എൻ്റെ അടുത്ത് വന്ന് ഇരിക്കാറില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി ഈടായിട്ട് കുറച്ച് അഡിക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് മറ്റേ ക്രോഷേഡിങ് വൂൾ ആൻഡ് ഹുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ അതേറ്റ് വന്നു. അപ്പോൾ അങ്ങനെ അതേറ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം അതിന്മേൽ കളിച്ച് കുത്തിർത്തീനു കേട്ടോ. അങ്ങനെ ഗായ്സ് ഇതാണ് എൻ്റെ പഠിത്തം. അങ്ങനെ ഞാൻ പോയിട്ട് എന്തൊക്കെയോ ഫുള്ളാക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഈ ഒരു ഫോണിലാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിലാണ് ഞാൻ ക്ലാസ്സൊക്കെ കേൾക്കാറ്. അപ്പോൾ ക്ലാസ് കേൾക്കുന്ന സമയം ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നെറ്റൊക്കെ കയറ്റി അങ്ങനെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ആൻഡ് പിന്നെ അങ്ങോട്ട് ഒരു പോക്ക് പോയത് എന്തൊക്കെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ റീൽസും തോണ്ടി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അത് അങ്ങനത്തെ ഒരു വൈബാണ്. കാരണം നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ പിന്നെ അത് അതിനാരെങ്കിലും പഠിത്തം എന്നൊക്കെ വിളിക്കുമോ. അപ്പോൾ കുറച്ച് നേരം എനിക്ക് പറഞ്ഞാൽ ഫോക്കസിങ് ഈടെയായിട്ട് തീരെയില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഫോക്കസിങ് തീരെയില്ല. അപ്പോൾ അങ്ങനെ വീഡിയോസിലൊക്കെ എന്തെല്ലോ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. ബട്ട് നല്ല കമൻറ്റാണ് കേട്ടോ. കാരണം ഏതൊരു വീഡിയോക്ക് ഞാൻ ട്രോളിങ് വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ട്രോള്, ബട്ട് ഞാൻ എല്ലാവരെയും റേജ് ബെയ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഫീലായി കേട്ടോ. അപ്പോൾ
കിടക്കട്ടെ അവിടെ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ആ കമൻറ്റിൽ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് തന്നത് തന്നെയാണ് അങ്ങോട്ടും തന്നത് എന്ന്. ബട്ട് എല്ലാവർക്കും അത് നൊന്തു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ട് കണ്ണാട ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് കുറേ പിരാന്തിത്തരം കാണിക്കുന്നുണ്ട്. ഓളോട് എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ. കാരണം ഓളോട് പറഞ്ഞാൽ ഓള് ഒരു എന്താ പറയുക പിൻവോമിൻ്റെ സ്വഭാവമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറേ റീൽസും തോണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് അങ്ങനെ എൻ്റെ അനിയത്തിയാൾ എന്ത് ചെയ്തു, ഞാൻ ഹെഡ്ഫോൺ ഇവിടെ കൊണ്ടുവന്ന് കിട്ടണി. അപ്പോൾ എൻ്റെ അനിയത്തിയാൾ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ വന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഇത് പഠിച്ചാൽ പറഞ്ഞിട്ട് അത് ഇത് പറയാണ്ട് ഉമ്മ തുടങ്ങിയതിനും. അപ്പോഴത്തേന് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ലൈവ് അങ്ങനെ നോക്കിയിട്ടാണ്. അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് വെറുതെ എന്താക്കാനാ. ഞാൻ എന്താക്കി അതിൻ്റെ അടുത്ത് ഉമ്മ വന്ന് കണ്ട് ഇത് പഠിച്ചിട്ടില്ലേ പറഞ്ഞാണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഉമ്മ വന്നാൽ പിന്നെ ഉമ്മ ഇങ്ങനെ പഠിച്ചിട്ട് ഇരുന്നിട്ട് എടുത്ത് വന്ന് കസാലി വന്ന് കുത്തിർക്കും. പിന്നെ അങ്ങോട്ട് ഒരു വർത്താനം പറയലേക്കാരോ ഓരോരോ കഥകളും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആ കഥകൾ കേട്ടാൽ ഞാനും ഇങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താക്കും ഞാൻ മിണ്ടാതെ എന്തെങ്കിലും ഇതാക്കണം, അല്ലെങ്കിൽ ഉമ്മ വന്നിരിക്കൂല കേട്ടോ. ഉമ്മാക്കറിയാം ഉമ്മ കഥ പറഞ്ഞാൽ തുടങ്ങിയാൽ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും. ഞാനും അത് കേട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക നോമ്പൊക്കെ തുറന്ന ശേഷമുള്ളൊരു നൈറ്റ് എന്ന് പറയാൻ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ക്യാമറ ക്വാളിറ്റീനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ടാവുന്നതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ബട്ട് എന്താണ് ഞങ്ങളെ ബെസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.